إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أم يحسدون الناس على ما آتاهم الله من فضله فقد آتينا آل إبراهيم الكتاب والحكمة وآتيناهم ملكا عظيما സ്നേഹാദരണീയരായ വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ, മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും പാലിച്ച് മുഅ്മിനുകളായി മുത്തഖികളായി ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളായ വിശുദ്ധ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ് ഇഹപര ജീവിതത്തിൽ നമുക്ക് വിജയം നൽകുന്നത്. അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, സ്വർഗാവകാശികളിൽപ്പെട്ട ഒരാൾ ഇപ്പോൾ ഇവിടേക്കു കടന്നു വരും. എല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ആ സന്ദർഭത്തിൽ അൻസ്വാരിയായ ഒരാൾ വുളുവെടുത്ത് താടിരോമങ്ങൾ നനഞ്ഞ് ഇടതുകൈയിൽ ചെരുപ്പും പിടിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു വന്നു. പിറ്റേന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരമൊരു സന്ദർഭത്തിൽ അതേ വർത്തമാനം ആവർത്തിച്ചു. സ്വർഗാവകാശിയായ ഒരാൾ ഇവിടേക്കു കടന്നു വരും. എല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ തലേ ദിവസം വന്ന അതേ മനുഷ്യൻ അതേപോലെ തന്നെ അന്നും കടന്നു വരികയാണ്. മൂന്നാമത്തെ ദിവസവും പ്രവാചകൻ ഇതേ വർത്തമാനം ആവർത്തിക്കുകയും നേരത്തെ കടന്നു വന്ന ആൾ, ആ 2 ദിവസവും കടന്നു വന്ന അതേ മനുഷ്യൻ, അൻസാരിയായ ഒരാൾ ആ സദസ്സിലേക്ക് അവിടേക്ക് കടന്നു വരികയും ചെയ്തു. സദസ്സിലുണ്ടായിരുന്ന അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ മനുഷ്യനെ പിന്തുടർന്നു. അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നു, വീട്ടിൽ ചെന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവുമായി
ചെറിയ ഒരു വാക്തർക്കത്തിലാണ്. അതുകൊണ്ട് 3 ദിവസം വീട്ടിലേക്ക് പോകുന്നില്ല, താങ്കളോടൊപ്പം താമസിക്കാൻ എനിക്ക് അനുവാദം നൽകണം. അൻസാരിയായ ആ മനുഷ്യൻ അദ്ദേഹത്തോട് തന്റെ കൂടെ താമസിക്കാനുള്ള അനുവാദം നൽകി. അദ്ദേഹം ആ മനുഷ്യനെ നിരീക്ഷിക്കുകയായിരുന്നു. എന്താണ് പ്രവാചകൻ ഇദ്ദേഹത്തെ കുറിച്ച് സ്വർഗാവകാശിയാണ് എന്ന് പറയാൻ തക്ക ഇദ്ദേഹത്തിലുള്ള എന്തൊരു പ്രത്യേകതയാണ് എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും അനക്കങ്ങളും അങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ രാത്രിയിൽ പ്രത്യേകിച്ച് എഴുന്നേറ്റ് നമസ്കരിക്കുന്നൊന്നുമില്ല. രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ അദ്ദേഹം ഹംദ് പറയുന്നുണ്ട്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നുണ്ട്. സുബഹിന്റെ സമയമാകുമ്പോൾ എഴുന്നേറ്റ് സുബഹി നമസ്കരിക്കുന്നുമുണ്ട്. 3-ാമത്തെ ദിവസവും അദ്ദേഹം കാണുന്നത് ഇതേ കാഴ്ചകൾ തന്നെയാണ്. പ്രത്യേകിച്ച് അധികമായിട്ടൊന്നും അദ്ദേഹം ചെയ്യാത്തത് കണ്ടപ്പോൾ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവുമായി വാക്തർക്കമൊന്നുമില്ല. റസൂലുള്ളാഹി താങ്കളെ കുറിച്ച് സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ കാരണമെന്നും താങ്കളിൽ എന്താണ് പ്രത്യേകത എന്നും അറിയാൻ വേണ്ടിയാണ് ഞാൻ താങ്കളോടൊപ്പം താമസിച്ചത്. എനിക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, എന്നിൽ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷേ മാഹുവ ഇല്ലാ മാ റഅയ്ത്, താങ്കൾ കണ്ടതല്ലാതെ വേറൊന്നും അധികമായി എൻ്റെ ജീവിതത്തിലില്ല. പക്ഷേ ഗൈറ അന്നീ ലാ അജിദു ഫീ നഫ്സി ലി അഹദിൻ, പക്ഷേ എൻ്റെ മനസ്സിൽ ഒരാളോടും മിനൽ മുസ്ലിമീന ഗിഷൻ, മുസ്ലിമുകളായ ഒരാളോടും എൻ്റെ മനസ്സിൽ ഒരു ദേഷ്യമോ ചതിയോ വഞ്ചനയോ ഇല്ല, പകയില്ല. വലാ അഹ്സുദു അഹദൻ അലാ ഖൈരിൻ അഅതാഹു അല്ലാഹു ഇയ്യാഹു, ഒരാൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള എന്തെങ്കിലും ഒരു നന്മയിൽ അതിൽ ഞാൻ ആരോടും അസൂയ വെക്കുകയും ഇല്ല. ഞാൻ ആരോടും അസൂയ വെക്കുന്നില്ല, ആർക്കും ആരോടും ഞാൻ പകയും വെക്കുന്നില്ല. അതാണ് എൻ്റെ ജീവിതത്തിലെ ഞാൻ പ്രത്യേകമായി സ്വീകരിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് അദ്ദേഹത്തോട് മറുപടി പറയുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത? അതിലൊന്ന്, ആരോടും പകവയ്ക്കാത്ത ഒരു മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നതാണ്. നമുക്കറിയാം, മനുഷ്യരെ പല രോഗങ്ങളും ബാധിക്കാറുണ്ട്. ആ രോഗങ്ങൾക്ക് ചികിത്സകളുമുണ്ട്. ശരീരത്തിനു ബാധിക്കുന്ന അത്തരം രോഗങ്ങൾക്ക് ധാരാളം ചികിത്സകളുണ്ട്. എന്നാൽ ഇന്ന് ശാരീരികമായ രോഗങ്ങളെക്കാൾ അധികരിച്ചിരിക്കുന്നത് മാനസികമായ രോഗങ്ങളാണ്. ഈ മാനസികമായ ധാരാളം രോഗങ്ങൾക്ക് പലതരത്തിലുള്ള തെറാപ്പികളും ഇന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നതാണ്. എന്നാൽ അത്തരം രോഗങ്ങളെ ഒരാളോട് സംസാരിക്കുമ്പോ, ഒരാളോട് അടുത്തിടപഴകുമ്പോ, ഒരാളോട് കൗൺസിലിംഗ് നടത്തുമ്പോ ഒക്കെ തിരിച്ചറിയാൻ കഴിയും. എന്നാൽ ടെസ്റ്റുകൾ കൊണ്ടോ തെറാപ്പികൾ കൊണ്ടോ തിരിച്ചറിയാൻ കഴിയാത്ത വലിയ ഒരു മാരകമായ അസുഖമാണ് അസൂയ എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു വച്ചത് എന്താ? അള്ളാഹു ഒരാൾക്ക് നൽകിയതിൽ ആ നൽകിയതിനെ പറ്റി എനിക്ക് അയാളോടൊരു അസൂയയില്ല എന്നതാണ്. എന്തിനാണ് മനുഷ്യർ അസൂയ വയ്ക്കാറുള്ളത്? അത് മറ്റുള്ളവർക്ക് ലഭിച്ചതിനെ പറ്റിയാണ്. അവർക്ക് ലഭിച്ചത് എങ്ങനെയാണ്? അത് അള്ളാഹു നൽകിയതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, അയ്യുൻ നാസി അഫ്ളൽ, പ്രവാചകരെ ആരാണ് അഫ്ളലായിട്ടുള്ളവൻ, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ ആരാണ് എന്ന് റസൂലിനോട് ചോദിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ, എല്ലാ ഹൃദയം അടിച്ചു വൃത്തിയാക്കിയവനും നാവ് സത്യസന്ധത പാലിക്കുന്നവരും അവർ ആണ് അഫ്ളലായിട്ടുള്ള ആളുകൾ. സ്വഹാബത്ത് പ്രവാചകനോട് പറഞ്ഞു, കാലു,
യാ റസൂലല്ലാഹ് സുദൂഖുൽ ലിസാൻ നഅരിഫുഹു, സത്യസന്ധൻ എന്താണ് എന്നത്, നാവ് സത്യസന്ധരായവർ ആരാണ് എന്ന് ഞങ്ങൾക്കറിയാം. നഅരിഫുഹു, ഞങ്ങൾക്കറിയാം. ഫമാ മഹ്മൂമുൽ ഖൽബ്, ആരാണ് ഹൃദയം അടിച്ചു വാരി വൃത്തിയാക്കിയവർ എന്നാണ്. ഈ അറബിയിലെ ആ ഒരു പദത്തിന്റെ ആശയത്തെ പഠിക്കുമ്പോ അടിച്ചു വാരി വൃത്തിയാക്കുക എന്നതാണ് മഹ്മൂമ് എന്ന പദത്തിന്റെ ആശയം. ഹൃദയം അടിച്ചു വാരി വൃത്തിയാക്കിയവൻ ആരാണ് എന്ന് റസൂലിനോട് ചോദിക്കുമ്പോ റസൂല് പറയുന്നത് ഖാല ഹുവ തഖിയ്യ്, അവൻ സൂക്ഷ്മത പാലിക്കുന്നവനാണ്. അൻ നഖിയ്യ്, അവൻ ശുദ്ധനാണ്. ലാ ഇസ്മ ഫീഹി, അവന്റെ മനസ്സിൽ ഒരു പാപവുമില്ല. വലാ ബഗിയ, ആരോടും ഒരു വിദ്വേഷമില്ല. വലാ ഗില്ല, ആരോടും ഒരു പകയില്ല. വലാ ഹസദ, ആരോടും ഒരു അസൂയയില്ല. ഇതിൽ ഓരോ വിഷയങ്ങളും ഓരോ പദങ്ങളും പ്രത്യേകം പ്രത്യേകം നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ പറയേണ്ട ഒന്നാണ്. ഞാൻ അവസാന ഭാഗം മാത്രമാണ് സൂചിപ്പിക്കുന്നത്. വലാ ഹസദ, ആരോടും അസൂയയില്ലാത്തവൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഹൃദയങ്ങൾ മഹ്മൂമുൽ ഖൽബാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പരാജയപ്പെട്ടു പോകുന്നുണ്ടോ പലപ്പോഴും നമ്മൾ? ഹസദില്ലാതെ, ബഗയില്ലാതെ, ഗില്ലില്ലാതെ, ഗിഷില്ലാതെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കി വെക്കാൻ നമുക്ക് സാധ്യമായി തീരുമോ? നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്റെ മനസ്സിനെ അടിച്ചു വാരി വൃത്തിയാക്കാൻ ഒരു തെറാപ്പി കൊണ്ടും സാധ്യമല്ല. അത്തരത്തിലുള്ള മറ്റുള്ള പുറമേ നിന്നുള്ള ഒരു ചികിത്സകനും അത്തരത്തിൽ നമ്മുടെ മനസ്സിലെ അസൂയയെ ഇല്ലാതാക്കാൻ കഴിയില്ല. അവിടെ നമ്മൾ തന്നെ അത് തീരുമാനിക്കണം. അതിനെന്താണ് വഴി? അതിന് ആ അസൂയയിലേക്ക് ഈമാൻ പ്രവേശിക്കണം എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പറയുന്ന ഒരു വാചകത്തിൽ അതിന്റെ ആശയം നമുക്ക് കാണാൻ കഴിയും. ഈമാനുള്ള ഒരു ഹൃദയത്തിൽ ഹസദ് ഉണ്ടാവുകയില്ല, അസൂയ ഉണ്ടാവുകയില്ല എന്ന്. അപ്പൊ ഏതാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. ശുദ്ധ ഖുർആനിലെ സൂറത്തു നിസാഇന്റെ 54-ാമത്തെ വചനം ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച വചനം അതാണ്. അം യഹ്സുദൂനന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി. അം യഹ്സുദൂനന്നാസ്, ജനങ്ങൾ അസൂയ വെക്കുകയാണോ, അസൂയ കാണിക്കുകയാണോ? എന്തിന്റെ പേരിൽ? അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അല്ലാഹു അവർക്ക് ഫളിൽ നൽകിയതിന്റെ പേരിൽ, അല്ലാഹു നൽകിയിട്ടുള്ള ഫളിലിന്റെ പേരിൽ അസൂയ വെക്കുന്നവരാണോ അവർ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. ഈ ആയത്തിനെ തഫ്സീറുൽ ഖുർത്തുബി വിശദീകരിക്കുന്നുണ്ട്. വ്യത്യസ്തമായ വിശദമായ വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ അദ്ദേഹം പറയുന്നത്, മാ റഅയ്തു ളാലിമൻ, ഒരക്രമിയെയും ഞാൻ കണ്ടിട്ടില്ല, ഇത്ര വലിയ അക്രമിയായ ഒരാൾ. എന്താണ് കാരണം? മിൻ ഹാസിദ്, അസൂയക്കാരനോളം അക്രമിയായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾക്ക് അസൂയ കൊണ്ടുണ്ടാകുന്നത് എന്താണ്? അസൂയ കൊണ്ടുണ്ടാകുന്നത് എന്താണ്? നിരന്തരമായ നെടുവീർപ്പുകളാണ്. നമ്മുടെ ആളുകൾ എങ്ങനെ കാണുമ്പോ അല്ലെ, ആ ഒരു ശബ്ദത്തിൽ തന്നെ എത്ര വലിയ ആശയമുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. നിരന്തരമായ നെടുവീർപ്പുകളാണ്. രണ്ടാമത്തേത് ശാശ്വതമായ ദുഃഖമാണ്. ഇത് നോക്കി ദുഃഖിച്ചിരിക്കുക എന്നതാണ് ഈ ആളുകളുടെ ജോലി. മൂന്നാമത്തേത് നിലയ്ക്കാത്ത കണ്ണുനീരാണ്. എന്താണ് നമുക്ക് അതിൽ നിന്ന് ലഭ്യമാകുന്നത്? പ്രിയമുള്ളവരെ, നമ്മൾ മോചിതരാകേണ്ടെന്നൊരു വിഷയമല്ലേ അത്. ഒരു കവി അദ്ദേഹത്തിന്റെ കവിതയിലൂടെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്ന വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീരിൽ വീണ്ടും വിശദീകരിക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാചകം അതിങ്ങനെയാണ്: ലാ തുആദു നിഅമല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് ശത്രുത പുലർത്താൻ പാടില്ല.
എത്ര സിമ്പിളായ വാചകങ്ങളാണെന്ന് നോക്കൂ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് ശത്രുത പുലർത്താൻ പാടില്ല. തീല അദ്ദേഹത്തോട് ചോദിച്ചു, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോട് ശത്രുത പുലർത്തുന്നവർ ആരാണ്? ഖാല അദ്ദേഹം പറഞ്ഞു, അല്ലദീന യഹ്സുദൂന അന്നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി, അള്ളാഹു ഫള് നൽകിയിട്ടുള്ള ആളുകളോട് അസൂയ വച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ നിഅമത്തുകളോട് ശത്രുത പാലിക്കുന്നവർ. നോക്കൂ നിങ്ങൾ, നമ്മുടെ സഹോദരൻ, ആ സഹോദരനിൽ ഉണ്ടാകുന്ന, അയാൾക്കുണ്ടാകുന്ന അഭിവൃദ്ധിയോ സൗകര്യങ്ങളോ സുഖമോ സന്തോഷമോ വാഹനമോ വീടോ കച്ചവടമോ ലാഭമോ ജോലിയോ ഇങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ, അത് അള്ളാഹ് നൽകുന്നതാണല്ലോ. അതിനോട് നമ്മൾ ശത്രുത വച്ച് പുലർത്തുമ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോടാണ് അയാൾ ശത്രുത വച്ച് പുലർത്തുന്നത് എന്നതാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ വചനത്തിലൂടെ വിശദീകരിക്കുന്നത്. എത്ര വലിയ ഒരു പാതകമാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയത്. നമ്മൾ അതിന് ഗൗരവം കണ്ടിട്ടുണ്ടോ? വീണ്ടും ആ ആയത്തിനെ വിശദീകരിക്കുന്നുണ്ട് 3 കാര്യങ്ങൾ. ഒന്ന്, അൽ ഹസൂദ്, അസൂയ വെക്കുന്നവൻ, അദുവ്വു നിഅമതി, എന്റെ അനുഗ്രഹങ്ങളുടെ ശത്രുവാണ്. 2, മുത്തസഖിത്തുൻ ലിഖലാഇ, അള്ളാഹുവിന്റെ ഖലാഅകളോട്, അള്ളാഹുവിന്റെ വിധികളോട് കോപമുള്ളവനാണ്. അള്ളാഹ് വിധിച്ചതാണ് ഒരാൾക്ക് സൗകര്യം, അള്ളാഹ് വിധിച്ചതാണ് ഒരാളുടെ കച്ചവടത്തിലെ ലാഭം, അള്ളാഹു വിധിച്ചതാണ് ഒരാൾക്ക് വീട്. പലപ്പോഴും എന്താണ്, ഒരാൾ വീടുണ്ടാക്കുമ്പോ നമുക്കതില്ല, ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ പറയണം, അവൻ എങ്ങനെ വീടുണ്ടാക്കണമെന്ന് നമുക്കൊക്കെ അറിയാം. ഗൾഫിൽ പോകാൻ കഴിഞ്ഞ ഒരാൾ ഗൾഫിൽ പോയി വളരെ പെട്ടെന്ന് ചിലപ്പോ ഒരു വണ്ടി വാങ്ങി, അതൊക്കെ എങ്ങനെ വാങ്ങിയെന്ന് നമുക്കറിയാം. എത്ര ആളുകളെ പറ്റിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എങ്ങനെ നമ്മള് മനുഷ്യന്മാരെങ്ങനെ അസൂയ വെച്ചുകൊണ്ട് അതിങ്ങനെ മനസ്സിൽ കയറ്റിയിട്ട് പലരോടും ശത്രുത വച്ചു പുലർത്താൻ. ആ ശത്രുത എന്താണ്? അദുവ്വു നിഅമതി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളോടുള്ള ശത്രുവാണ് അവൻ. അള്ളാഹുവിന്റെ ഖലാഅകളോടുള്ള കോപിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അവൻ. 3, ഗൈറു റാളിൻ ബിഖിസ്മതി, അള്ളാഹ് വിഹിതം വെച്ചു കൊടുത്തതിന് തൃപ്തിയില്ലാത്തവനാണ് അവൻ. അള്ളാഹ് വീതിച്ചു കൊടുത്തിട്ടുണ്ടാകും ഓരോരുത്തർക്ക്. അത് മക്കളാകാം, സൗകര്യങ്ങളാകാം, ജോലിയാകാം, കുടുംബമാകാം, കുടുംബത്തിലെ സമാധാനമാകാം. വസ്തുക്കളോട് മാത്രമല്ല മനുഷ്യരുടെ അസൂയ എന്ന് പറയുന്നത്. ഒരു കുടുംബം സമാധാനത്തോടുകൂടി അവരിങ്ങനെ പോകുമ്പോ അതിനെപ്പോലും അസൂയയോടുകൂടി കാണുന്ന ഒരു മനസ്സ് നമ്മിലുണ്ടോ നാം പരിശോധിക്കേണ്ടതുണ്ട്. അസൂയയെ പറ്റി സ്കോട്ടിഷ് അമേരിക്കൻ റൈറ്റർ ആയിട്ടുള്ള ബെർട്ടി ചാൾസ് പറഞ്ഞിട്ടുള്ള ഒരു വാചകം എങ്ങനെയാണ്? അസൂയ എന്ന് പറയുന്നത് ഒരു മാനസിക അർബുദമാണ് എന്ന്. അർബുദം, ക്യാൻസർ എന്ന് പറയുന്നത് എത്ര മാരകമാണ്, എത്ര പെട്ടെന്നാണ് അതിങ്ങനെ പടർന്നു കയറുക. അതുപോലെ ഒരു മാനസിക അർബുദമായി കൊണ്ടാണ് അസൂയയെ അവർ എണ്ണിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു മനഃശാസ്ത്രജ്ഞൻ അദ്ദേഹം പറഞ്ഞു വെച്ചത് സ്നേഹത്തെ വധിക്കുന്ന വ്യാളിയാണ് അസൂയ എന്നാണ്. സ്നേഹത്തെ കൊല്ലുന്ന വ്യാളിയാണ് അസൂയ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എത്ര അപകടകരമായ കാര്യം. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും, ആകാശത്ത് വെച്ച് അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാനുണ്ടായ ഒന്നാമത്തെ കാരണം അത് അസൂയയായിരുന്നു എന്നതാണ്. ഇബ്ലീസിന് ആദം അലൈഹിസ്സലാമിനോട് തോന്നിയ അസൂയയാണ് ആകാശലോകത്ത് വെച്ച് ഒന്നാമത്തെ അനുസരണക്കേടിനുണ്ടായ കാരണം. ഭൂമിയിൽ വെച്ച് ഒന്നാമത്തെ അനുസരണക്കേടുണ്ടായിട്ടുള്ളത് ആദമിന്റെ മക്കൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള അസൂയയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അസൂയ എന്ന് പറയുന്നത് അത് സമൂഹങ്ങളെ, കുടുംബങ്ങളെ, മനുഷ്യബന്ധങ്ങളെ തകർത്തുകളയുന്ന, ഇല്ലാതാക്കി കളയുന്ന ഒന്നാണ് എന്നതാണ്. ഒരു കവിയുടെ കവിവാചകം ഇങ്ങനെയാണ്: ഒരാളോട് അസൂയ തോന്നുമ്പോ അനാവശ്യമായ പല അപരാധങ്ങളും അയാളുടെ പേരിൽ നമ്മൾ പറഞ്ഞു വെക്കും.
ലം യളിർഹാ ഖൗലു അദാഇൻ നിഅമി. ഒരാൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട്, ഒരാൾ അസൂയ കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് അയാളുടെ അനുഗ്രഹങ്ങൾക്കൊരു ദോഷവും തട്ടാനില്ല. നല്ലൊരു ആശയമാണത്. നമ്മളൊരാളോട് അസൂയ വെച്ചു എന്ന് വിചാരിച്ചിട്ട് ആ അസൂയ വെച്ചത് ഒരു വീടിനോടാണ്, അല്ലെങ്കിൽ അയാളുടെ ഒരു വാഹനത്തോടാണെങ്കിൽ അതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാഹ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ വിശ്വാസികളോട് പറയുന്നത് ഇസ്ബിർ അലാ ഹസദിൽ ഹസൂദി ഫഇന്ന സബ്റക ഖാതിലുഹു. ഫസ്ബിർ, നീ ക്ഷമിക്കുക. എന്താണ് കാരണം? അസൂയ വെക്കുന്നവനോട് നീ ക്ഷമിക്കുക. നിന്റെ ക്ഷമ അവനെ കൊന്നുകളയും. നിന്റെ ക്ഷമ അവനെ കൊന്നുകളയും. എങ്ങനെയാണെന്നോ, ഫന്നാറു തഅകുലു ബഅ്ലുഹാ, തീ അതിനെ തിന്നുകളയുന്നത് പോലെ. ഇല്ലം തജിദ് മാ തഅകുലുഹു, തീയിന് വേറൊന്നിനെ തിന്നാൻ കിട്ടിയില്ലെങ്കിൽ സ്വയം അതിനെ തിന്നുന്നത് പോലെ അസൂയ ആ മനുഷ്യനെ കൊന്നുകളയും എന്ന് കവികൾ പറഞ്ഞു വെക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ, നാം ശ്രദ്ധിക്കേണ്ടുന്ന, നാം പലപ്പോഴും ഗൗനിക്കാത്ത, അപകടകരമായ, നമ്മുടെ ഉറക്കം കെടുത്തുന്ന, നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ ബന്ധങ്ങളെ ഇല്ലാതാക്കുന്ന മാരകമായ ഒരു രോഗമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. പല കാരണങ്ങൾ കാണാൻ കഴിയും. ഒന്ന്, അതിലെ സോഷ്യൽ കമ്പാരിസൺ ആണ്. പരസ്പരമുള്ള താരതമ്യങ്ങൾ. എനിക്കുണ്ട്, അവനില്ല. എന്തുകൊണ്ട് എനിക്കുണ്ടായില്ല? എന്തുകൊണ്ട് ഞാനല്ലേ കൂടുതൽ അർഹനായിട്ടുള്ളവൻ എന്നുള്ള തോന്നലുകൾ, മക്കളുടെ പരീക്ഷയിലെ വിജയങ്ങൾ, അതല്ലെങ്കിൽ അവരുടെ കഴിവുകൾ, അവരുടെ സ്പോർട്സിലെ കഴിവുകൾ, അവരുടെ മറ്റു തലത്തിലുള്ള മേന്മകൾ, അല്ലെങ്കിൽ കുടുംബത്തിലെ മക്കൾക്കിടയിലുണ്ടാകുന്ന, കുടുംബ ബന്ധങ്ങൾക്കിടയിലുണ്ടാകുന്ന അത്തരത്തിലുള്ള നന്മകൾ, അവിടെ പരസ്പരം കമ്പാരിസൺ ചെയ്യുകയാണ്, താരതമ്യം ചെയ്യുകയാണ്. ആ താരതമ്യത്തിലൂടെ അവരെ താരതമ്യം ചെയ്ത് എനിക്കത്രയില്ല എന്നതിന്റെ പേരിൽ ഞാനിങ്ങനെ വേദനിച്ച് സങ്കടപ്പെട്ട് മറ്റുള്ളവർക്കുണ്ടായതിന്റെ പേരിൽ ഞാൻ സങ്കടപ്പെട്ട് നീറിത്തീരുക എന്നത് മാത്രമാണ് അസൂയ കൊണ്ടുണ്ടായിത്തീരുന്നത്. നോക്കൂ നിങ്ങൾ, രണ്ടാമത്തേത് ആത്മവിശ്വാസക്കുറവാണ്. എനിക്ക് അതിനുള്ള കഴിവില്ല, എനിക്ക് അതിനുള്ള പ്രാപ്തിയില്ല, എന്നെ അതിന് പറ്റുകയില്ല, ഞാൻ ക്വാളിഫൈഡ് അല്ല, അവൻ അതിന് ക്വാളിഫൈഡ് ആയി തീർന്നു എന്നുള്ളത്. ഇതുപോലെ എന്നും നിരാശ മാത്രം നമുക്ക് നൽകുന്ന ഇത്തരത്തിലുള്ള രോഗങ്ങൾ, അവയെ നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. പ്രവാചകൻ പറഞ്ഞൊരു വചനം, നേരത്തെ ഞാൻ പറഞ്ഞതിന്റെ ആശയം, ഇതിന്റെ ആശയം നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചു. വലാ യജ്തമിആനി ഫീ ഖൽബി അബ്ദിൻ, ഒരു അടിമയുടെ ഹൃദയത്തിൽ ഒരുമിച്ചു ചേരുകയില്ല. അൽ ഈമാനു വൽ ഹസദു, ഈമാനും ഹസദും, ഈമാനും അസൂയയും ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ, ഈമാൻ ഉണ്ടെങ്കിൽ അവിടെ ഹസദ് ഉണ്ടാവുകയില്ല, ഹസദ് ഉണ്ടെങ്കിൽ അവിടെ ഈമാനും ഉണ്ടാവുകയില്ല. നമ്മുടെ ഹൃദയങ്ങൾ എന്താണ് കീഴടക്കിയിട്ടുള്ളത് എന്ന് നാം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കാനും നമുക്ക് തന്നെയും ജീവിതത്തിൽ സമാധാനമുണ്ടായി തീരാനും സാധ്യമായി തീരുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, മനസ്സമാധാനമില്ലാതായി പോകും. ദേഷ്യമായിരിക്കും പലപ്പോഴും ഉണ്ടായിത്തീരുക മനുഷ്യർക്കിടയിൽ. ആ ദേഷ്യം വഴി പല ഉപദ്രവങ്ങൾക്കും അവർ കാരണക്കാരായി മാറിത്തീരും എന്നുള്ളതാണ്. കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ നോക്കൂ നിങ്ങൾ. ജാഹിദ് എന്ന് പറയുന്ന അറേബ്യൻ എഴുത്തുകാരനായ, സാഹിത്യകാരനായ ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അൽ ഹസദ് വൽ ഹുസാദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം കാണാൻ കഴിയും. അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് വളരെ സിമ്പിളായ ഒരു വിഷയമാണ്. അസൂയയെ പറ്റി അദ്ദേഹം പറയുന്നത്, ആരോടാണ് ഒരാൾ അസൂയ വെക്കുന്നത്? ആരോടാണ് അസൂയ വെക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാത്ത, പരിചയമില്ലാത്ത അങ്ങനെ ഒരാളോടല്ല. നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മളുമായി ഏറെ അടുത്ത് ബന്ധമുള്ള ഒരാളോടാണ് ഒരു മനുഷ്യൻ അസൂയ വെക്കുന്നത്. ഇനി ഇയാൾ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ടാലോ, ആ അപകടത്തിൽപ്പെട്ടാൽ ഇയാളെ സഹായിക്കാൻ ആരാ ഉണ്ടാവുക? എത്രയും കാലം അസൂയ വെച്ച് കൊണ്ട് നടന്നത് ആരെ പറ്റിയാണോ, ചിലപ്പോൾ അയാളിൽ നിന്നായിരിക്കും ഒരു സഹായം ഉണ്ടാവുക. കുടുംബത്തിൽ, മക്കളിൽ, മരുമക്കളിൽ, അമ്മായിയമ്മമാരിൽ
നോക്കൂ നിങ്ങൾ, പലപ്പോഴും കുടുംബ പ്രശ്നങ്ങളിലെ നാത്തൂൻ പോരുകളിലെ വില്ലനായി മാറുന്നത് അസൂയയല്ലേ? മകനും മരുമകളും കൂടി വിവാഹം കഴിഞ്ഞ് അവർ സന്തോഷത്തോടുകൂടി എവിടേക്കെങ്കിലും ഒരു യാത്രക്കിറങ്ങിയാൽ അപ്പൊ ഉമ്മാക്കൊരു തളർച്ചയാണ്. അന്ന് വരെ ആ തളർച്ച ഉണ്ടാവൂല. അവരുടെ ഒരു സന്തോഷത്തിന്റെ ഇടയിൽ അവരങ്ങനെ സന്തോഷിക്കേണ്ട, കാരണം ആ സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല, ഞാൻ അനുഭവിക്കാത്തത് അവരും അനുഭവിക്കണ്ട എന്ന തലത്തിലുള്ള ചിന്തകൾ. നോക്കൂ നിങ്ങൾ, ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ എപ്പോഴാ തീരുക? പലപ്പോഴും പ്രശ്നങ്ങൾ വളരുന്നത് എങ്ങനെയാണ്? പലപ്പോഴും കുടുംബങ്ങളിലെ പ്രശ്നങ്ങളെ സ്വന്തം വീട്ടിൽ മരുമകളാണ് പ്രതിയെങ്കിൽ ആ മരുമകൾക്കാണ് കുറവെങ്കിൽ, അല്ലെങ്കിൽ അമ്മായിയമ്മക്കാണ് കുറവെങ്കിൽ അതിനെ പോയി തൊട്ടടുത്ത വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് അവിടെ അത് വിളമ്പി അതിലൊരു സുഖം കണ്ട് അതിലൊരു സന്തോഷം കണ്ടുകൊണ്ടാണ് അവിടുന്ന് തിരിച്ചു പോരുന്നത്. ഇത് കേൾക്കുന്ന ആളോ ഇന്നലെ വരെ അവര് സമാധാനത്തിലാണെന്ന് വിചാരിച്ച ആൾ അവരുടെ സമാധാനം പോയപ്പോ ഉള്ളിൽ അവർക്കൊരാശ്വാസം. നോക്കൂ നിങ്ങൾ, മുറിവിൽ എരിവ് പുരട്ടുന്ന തരത്തിലുള്ള സ്വഭാവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളറിയാതെ നമ്മൾ അതിന്റെ പങ്കാളികളാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഒരടിമയുടെ ഹൃദയത്തിൽ ഒരുമിച്ചു ചേരുകയില്ല. അൽ ഈമാനു വൽ ഹസദ്, ആവർത്തിക്കുകയാണ് ഞാൻ നബി വചനം. ഈമാനും ഹസദും, നമ്മൾ ഖുർആനിന്റെ ആളുകളാണ്, നമ്മൾ പ്രവാചകന്റെ അനുയായികളാണ്, നമ്മൾ മുസ്ലിമുകളാണ്, നമ്മൾ വെള്ളിയാഴ്ചകളിൽ ജുമാകൾ കേൾക്കുന്നവരാണ്, നമ്മൾ 5 നേരം നമസ്കരിക്കുന്നവരാണ്. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ദുശ്ശീലമോ ദുസ്വഭാവമോ ജീവിതത്തിൽ വെച്ചുകൊണ്ടാണ്, പെരുമാറ്റത്തോടു കൂടിയാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ ഖുർആൻ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഖുതുബകൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഖുർആൻ പഠനങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ? നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഈമാനിനെ നിറക്കാൻ കഴിഞ്ഞാൽ ഹസദ് ഇല്ലാതായി പോകും. ഈമാനിനെ നിറക്കാൻ കഴിഞ്ഞാൽ ഹസദ് ഇല്ലാതായി പോകും. വിശുദ്ധ ഖുർആനിലെ ധാരാളം വചനങ്ങൾ കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ചരിത്രത്തിൽ പ്രവാചക ചരിത്രം പരിശോധിച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, അദ്ദേഹത്തെ അംഗീകരിക്കാൻ മക്കയിലെ മുശ്രിക്കുകൾക്ക് കഴിയാതിരുന്നതിന്റെ ഒരു കാരണം, മക്കയിലെ മുശ്രിക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ ത്വായിഫിലെ ഒരു പ്രമാണിയായി ഒരു പ്രവാചകൻ വന്നില്ല എന്നതായിരുന്നു. മദീനയിലെത്തിയിട്ടുള്ള പ്രവാചകനെ അവർ ജൂതന്മാരായ ആളുകൾ അംഗീകരിക്കാതിരുന്നതിന്റെ കാരണം, അവിടെ ജൂതന്മാരിൽ നിന്നൊരു പ്രവാചകൻ അവരിലേക്ക് വന്നില്ല എന്നതായിരുന്നു. അവിടെയൊക്കെ അസൂയയായിരുന്നു വില്ലനെന്ന് കാണാൻ കഴിയും. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾക്കിടയിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് അദ്ദേഹത്തെ കിണറ്റിൽ കൊണ്ടുപോയിടാനുണ്ടായ കാരണം, ആ കാരണത്തെ നമ്മൾ പരിശോധിക്കുമ്പോ അവിടെ അസൂയയായിരുന്നു വില്ലൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ, അയൽപ്പക്കങ്ങൾ തമ്മിൽ, വീടുകൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ഏറ്റവും അടുത്തവരോട് പകയും വിദ്വേഷവും അസൂയയും മനസ്സിൽ വച്ചിട്ട് പുറമെങ്ങനെ ചിരിച്ചു കാണിക്കാൻ കഴിയുന്ന ഏക ജീവി ഭൂമിയിലുള്ളത് നമ്മൾ മനുഷ്യന്മാർ മാത്രമാണ്. വേറൊരു ജീവിക്കും അതിന് കഴിയില്ല. ഏതൊരു മൃഗത്തെയും അതിന്റെ ഉള്ളിൽ പകയാണെങ്കിൽ ആ പക തന്നെയാണ് പുറമെ കാണിക്കുക. അതിനുള്ളിൽ ദേഷ്യമാണെങ്കിൽ ആ ദേഷ്യം തന്നെയാണ് അത് പ്രകടിപ്പിക്കുക. പക്ഷെ മനുഷ്യൻ, അപകടകാരിയായ മനുഷ്യൻ, നോക്കൂ നിങ്ങൾ, അവിടെ നമ്മുടെ മനസ്സിൽ അസൂയ വെച്ച്, പക വെച്ച്, ദേഷ്യം വെച്ച്, ചിരിച്ച്, തോളിൽ കൈയിട്ട്, കൂടെ ഇരുന്ന് സംസാരിച്ച് എല്ലാം അവരിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് എടുത്തിട്ട് അത് കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് ഒരുവന്റെ വിഷയം, ഒരുവന്റെ പ്രശ്നം, ഒരുവരുടെ പ്രയാസങ്ങൾ, ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ മറ്റൊരിടത്ത് പോയി കൊണ്ടുപോയി ഇങ്ങനെ വിളമ്പിയിട്ട് അതിലിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ കുടുംബങ്ങളില്ലേ, അയൽപ്പക്കങ്ങളില്ലേ. നോക്കൂ നിങ്ങൾ, കുടുംബത്തിന്റെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ തീരേണ്ട വിഷയങ്ങൾ ആ ചുമരുകൾക്കപ്പുറത്തേക്ക് വൈവാഹിക ബന്ധങ്ങളുടെ തകർച്ചകളിലേക്ക്, കുടുംബ ബന്ധത്തിന്റെ തകർച്ചകളിലേക്ക് എത്താൻ കാരണമായി തീർന്നിട്ടുള്ളത് മനുഷ്യരുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ രോഗങ്ങളല്ലേ നാം പരിശോധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെയാണ് അതിനെ വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തിയത്. പ്രവാചകന്റെ ഒരു വചനം നമുക്ക് കാണാൻ കഴിയും. ലാ യുഅ്മിനു അഹദുക്കും,
നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസിയായി തീരുകയില്ല. ഹത്താ യുഹിബ്ബ ലി അഖീഹി, നാം കേട്ടിട്ടുള്ള ഒരു വചനമാണത്. ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, തന്റെ സഹോദരൻ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒന്ന്. എന്താണത്? എനിക്കുള്ളതല്ല. ആ ഹദീസിന്റെ പ്രയോഗത്തെ നമ്മൾ കീറിമുറിച്ച് പരിശോധിക്കണം. എനിക്കുള്ളത് മറ്റൊരാൾക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കലല്ല. ലാ യുഅ്മിനു, നിങ്ങളൊരാളും ഈമാൻ പൂർത്തിയാവുകയില്ല, വിശ്വാസിയാവുകയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞത് മാ യുഹിബ്ബു ലി നഫ്സിഹി, ഞാൻ എനിക്കുണ്ടാകണമെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, എനിക്കുണ്ടായ കാര്യമല്ല, എനിക്കുണ്ടാകണമെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്റെ സഹോദരൻ ഉണ്ടാകാൻ ആഗ്രഹിക്കുക. ഉദാഹരണം പറയാം. എന്റെ കയ്യിൽ ഒരു ഇന്നോവയുണ്ട്. അപ്പൊ ഞാൻ എന്റെ സഹോദരനെ കുറിച്ച് ആലോചിക്കേണ്ടത് എന്താ? അവനൊരു BMW ഉണ്ടാവണം. ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ ആഗ്രഹിക്കാൻ നമുക്ക് കഴിയോ? അപ്പൊ നമ്മുടെയൊക്കെ മനസ്സ് എത്രത്തോളം മഹ്മൂം, അടിച്ചുവാരി വൃത്തിയാക്കേണ്ടതുണ്ട് നമ്മളൊന്ന് ആലോചിക്കുക. എന്റെ കയ്യിലൊരു S23 Ultra ഉണ്ട്. എന്റെ സഹോദരന്റെ കയ്യിലൊരു iPhone 17 Pro ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കാം. അതാണ് ആ ഹദീസിന്റെ ആശയത്തെ നമ്മൾ പറഞ്ഞാൽ, എനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്റെ സഹോദരനിൽ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് വരെ, അങ്ങനെ ആകുന്നത് വരെ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസിയായി തീരുകയില്ല എന്നതാണ്. ഇനിയും നമുക്ക് കാണാൻ കഴിയും. ഈ മനഃശാസ്ത്രത്തിൽ വിക്ടിം എന്ന് പറയുന്നുണ്ട്. ഇരയുടെ ഇര. ഒരു കുടുംബത്തിൽ അത്തരം ഒരു ഇരയുണ്ടെങ്കിൽ അവർക്ക് അത്തരത്തിൽ അതേ പ്രയാസം അനുഭവിക്കുന്ന വേറൊരാളെ കൂടി കിട്ടണം. എനിക്ക് സമാധാനമില്ല, അപ്പൊ അപ്പുറത്ത് സമാധാനം അനുഭവിക്കുന്ന ഒരാളുടെ സമാധാനം കൂടി നഷ്ടപ്പെട്ടിട്ട് അയാൾ എന്റെ അടുത്ത് എത്തണം. രണ്ടുപേരും അവരുടെ സമാധാനമില്ലായ്മകൾ ഇങ്ങനെ പരസ്പരം പങ്കുവെക്കുമ്പോ അതിൽ കിട്ടുന്ന ഒരു സുഖം വിക്ടിം എന്നാണ് അതിനെ മനഃശാസ്ത്രത്തിൽ പറയാറുള്ളത്. നമ്മൾ ആലോചിച്ചു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ടുന്ന, ഇല്ലാതാക്കി കളയേണ്ടുന്ന, കരിച്ചു കളയേണ്ടുന്ന ഒരു രോഗമാണ് അസൂയ എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചത് നമ്മുടെ നന്മകളെ, നമ്മുടെ ഹസനാത്തുകളെ തീ വിറകു തിന്നുന്നത് പോലെ നമ്മുടെ അസൂയ നമ്മുടെ ഹസനാത്തുകളെ തിന്നു തീർത്തു കളയും എന്നതാണ്. പ്രിയമുള്ളവരെ, ഗൗരവത്തോടുകൂടി പ്രവാചക വചനങ്ങളെ ഉൾക്കൊള്ളുക. അള്ളാഹു അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹാദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു വിഷയം സൂചിപ്പിക്കുകയാണ്. ലോകത്ത് നാം കാണുന്ന ഒട്ടേറെ അനീതിയുടെയും അക്രമങ്ങളുടെയും കാഴ്ചകളുണ്ട്. നിരപരാധികളായ മനുഷ്യർ ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന അതിഭീകരമായ ദയനീയമായ കാഴ്ചകൾ. നമ്മുടെ രാജ്യത്തെ തന്നെ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികൾ, ആ യൂണിവേഴ്സിറ്റികളിലെ 40ഓളം വരുന്ന കെട്ടിടങ്ങൾ തകർത്തു കളയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, യാതൊരു നീതിയുമില്ലാതെ പള്ളികൾ തകർത്ത് കളയുന്ന കാഴ്ചകൾ, അതോടൊപ്പം തന്നെ അതിനെതിരെയുള്ള പ്രതിഷേധ സമരങ്ങൾ, 4ഓളം വ്യത്യസ്തമായ പ്രതിഷേധങ്ങളെ നമ്മുടെ രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ലഡാക്കിൽ നടക്കുന്ന പ്രതിഷേധങ്ങളാണ്. ഭരണഘടനയുടെ 6ാം ആർട്ടിക്കിളിലേക്ക് ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു സ്വതന്ത്രമായ സംസ്ഥാനമാക്കി നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രതിഷേധങ്ങൾ. കർഷകർ രാജ്യത്തിന്റെ വിവിധങ്ങളായ നാടുകളിൽ അവരുടെ താങ്ങുവിലകൾ ഉയർത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ. അതുപോലെ പരീക്ഷകളിൽ വിജയിച്ചു പോയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ
അവരുടെ റിക്രൂട്ട്മെന്റുകൾ എളുപ്പത്തിലാക്കണം എന്ന് പറയുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, അതുപോലെ തന്നെ പരീക്ഷാ ക്രമക്കേടുകൾ നടത്തുകയും ആ പരീക്ഷാ ചോദ്യപേപ്പറുകൾ വലിയ വിലകൾക്ക് മനുഷ്യർക്ക് വിൽക്കുകയും ചെയ്ത് അവർ ഭരണകൂടം നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയും അതിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന പ്രതിഷേധങ്ങൾ. ഇവിടെ ഒരു വിശ്വാസി എന്ന നിലക്ക് പലപ്പോഴും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന പല വിഷയങ്ങളും നേർക്ക് നേരെയല്ലെങ്കിലും നമ്മയൊക്കെ ബാധിച്ചിട്ടുണ്ട്, ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്, ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവയ്ക്കെതിരിൽ എങ്ങനെയാണോ നമുക്ക് പ്രതികരിക്കാനും ശബ്ദമുയർത്താനും സാധ്യമായി തീരുന്നത്, അനീതികൾക്കെതിരെ, അക്രമങ്ങൾക്കെതിരെ ശബ്ദിക്കേണ്ടതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നത് ഖുർആൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ്. നീതിയോടൊപ്പം നിൽക്കുക, അത് രാജ്യത്ത്, കുടുംബത്തിൽ, സമൂഹത്തിൽ, വ്യക്തിയിൽ, എല്ലാ മേഖലകളിലും പാലിക്കേണ്ടുന്ന ഒന്നാണ് നീതി എന്ന് പറയുന്നത്. നീതിയോടൊപ്പം, നന്മയോടൊപ്പം നിൽക്കണം. രാജ്യത്തിന്റെ പുരോഗതിക്ക്, രാജ്യത്തെ മനുഷ്യരുടെ സമാധാനത്തിന് നമ്മൾ ഓരോരുത്തരും കൈകോർത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റു ചില കാര്യങ്ങൾ, പലപ്പോഴും ഇതിനിടയിൽ വിദ്വേഷ പ്രചാരകരായിട്ടുള്ള ആളുകൾ പല വിദ്വേഷ പ്രചാരണങ്ങളെയും സോഷ്യൽ മീഡിയകൾ വഴിയും അല്ലാതെയും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, നടക്കുന്ന സമരങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടാൽ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് അതിന് പ്രത്യേകമായ ശമ്പളവും തുകയും പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പലതും, അതിനെ ഷെയർ ചെയ്തു കൊടുത്താൽ അതിന് ഷെയർ ചെയ്യുന്നതിന് പ്രത്യേകമായ പലതും, ഇങ്ങനെ ഇതിനിടയിൽ പലതരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ വിവേകത്തോടുകൂടി പെരുമാറാനും ഇടപെടാനും വിശ്വാസികളായ നമുക്ക് കഴിയേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മുടെ യുവത്വം, നമ്മുടെ യുവജനത. ആ യുവജനത എന്ന് പറയുന്നത് നാടിന്റെ നട്ടെല്ലാണ്, സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗധേയം നിർണയിക്കേണ്ടവരാണ്. അവർ സോഷ്യൽ മീഡിയകളിലോ ഇൻസ്റ്റാഗ്രാമുകളിലോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്കൗണ്ടുകളിലോ വെറും സമയം കൊല്ലുന്ന ഗെയിമുകളിലോ മാത്രം കഴിഞ്ഞ് ഏതെങ്കിലും കവലകളുടെ ഇരുട്ടുകളിൽ കഴിയേണ്ടവരല്ല. നാടിന്റെ നന്മക്കു വേണ്ടി, രാജ്യത്തിന്റെ നന്മക്കു വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ്. കുനിഞ്ഞിരുന്ന സമയം കളയേണ്ടവരല്ല. തല ഉയർത്തി സമൂഹത്തിന്റെ പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ അറിയാൻ, മനസ്സിലാക്കാൻ കഴിയേണ്ടവരാണ്. പലപ്പോഴും IT മേഖലകളിലേക്കൊക്കെ എത്തുന്ന ആളുകളിൽ ചെറിയൊരു ശതമാനമെങ്കിലും രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയോ സമൂഹവുമായി യാതൊരു തരത്തിലുമുള്ള ബന്ധമില്ലാതായി തീരുകയോ ഒക്കെ ചെയ്യുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. സമൂഹത്തിന്റെ താഴേക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്ത്, പ്രയാസങ്ങൾ എന്ത്, അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്ത് എന്ന് അവർ തിരിച്ചറിയപ്പെടുന്നില്ല. പലപ്പോഴും അവർ അനാഥരാക്കപ്പെടുകയോ പുറത്താക്കപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് തങ്ങൾക്കും അതുപോലെയുള്ള സാമൂഹ്യ നീതി ലഭിക്കേണ്ടതുണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നത്. കുറ്റപ്പെടുത്തിയതല്ല. യുവജനങ്ങൾക്ക് കൃത്യമായ ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. സമൂഹത്തിൽ അത്തരം ബാധ്യതകൾ നിർവഹിച്ചവരെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറഞ്ഞെടുത്ത് ഫതൻ, യുവാവ് എന്നാണ് പരിചയപ്പെടുത്തിയത്. സൂറത്തുൽ കഹ്ഫിലെ വിശ്വാസികളെ പറഞ്ഞെടുത്ത് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഫിത്യ, അവർ യുവാക്കളായിരുന്നു എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അത്തരത്തിൽ ഒരു നല്ല ഭാഗം നിർവഹിക്കേണ്ടവർ ഇന്ന് അവർ മറ്റു പല തിരക്കുകളിലുമായി ഓടിപ്പോകേണ്ടവരല്ല എന്നുകൂടി ഉണർത്തുകയാണ്. നന്മക്കൊപ്പം നിലകൊള്ളാൻ, നീതിക്ക് വേണ്ടി ശബ്ദിക്കാൻ, നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ, അക്രമങ്ങൾക്കും അനീതികൾക്കും എതിരിൽ ശബ്ദിക്കാനും പ്രതികരിക്കാനും കഴിയുന്നവരായി നാം മാറേണ്ടതുണ്ട്.
അത്തരത്തിൽ നന്മയോടൊപ്പം ചേർന്ന് നിൽക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനുകളിൽ, മുത്തഖികളിൽ, മുസ്ലിമുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ ഇണകളെയും നീ അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉന്നതമായ സ്വർഗം നൽകി അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ പള്ളികളിൽ ഒരുമിച്ച് കൂടുന്ന പലരിലും കടബാധ്യതകൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, കുടുംബപരമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ, ശാരീരികവും മാനസികവുമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ അല്ലാഹുവേ, അവർക്കു നീ സമാധാനവും സന്തോഷവും സംതൃപ്തിയും നൽകി അവരെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അതോടൊപ്പം പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്, ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഉപ്പയും മകനും ഒരു അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. ഒരു കുടുംബത്തിലെ ഉപ്പയെയും മകനെയുമാണ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ആ കുടുംബത്തിന് അവരുടെ വിടവ് കൊണ്ടുണ്ടായിട്ടുള്ള പ്രയാസങ്ങളിൽ നിന്ന് ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അതോടൊപ്പം മറ്റൊന്ന് ഉണർത്താനുള്ളത്, നമ്മുടെ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളിൽ നിന്നെടുക്കുന്ന കളക്ഷനുകളാണ്, സംഭാവനകളാണ് നമ്മുടെ പള്ളിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാം നീക്കിവെക്കുന്നത്. കഴിയുന്ന ആളുകൾ പരമാവധി നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഹിതം അള്ളാഹുവിന്റെ ഈ ഭവനത്തിനു നൽകണമെന്ന് പ്രത്യേകമായി വസിയത്ത് ചെയ്യുകയാണ്. അതിനു വേണ്ടിയുള്ള ഒരു പ്രത്യേക കളക്ഷൻ ഇന്ന് നടക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. അള്ളാഹു നാം നൽകുന്ന ഓരോ തുട്ടും ഓരോ നാണയവും ഉന്നതമായ പ്രതിഫലമായി അള്ളാഹു നമുക്ക് തിരിച്ചു നൽകുമാറാകട്ടെ. അള്ളാഹു മുഅ്മിനുകളിൽ മുത്തഖികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار ربنا عليك توكلنا وإليك نبنا وإليك المصير. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا تقبل منا إنك أنت السميع العليم. اللهم آمنا في أوطاننا يا رب العالمين. اللهم آمن في فلسطين. اللهم انقذ البيت المقدس يا رب العالمين. اللهم آمن في سوريا. اللهم آمن في إيران. اللهم آمن في كشمير. اللهم آمن في آسام. اللهم آمنا في أوطاننا يا رب العالمين. آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين.